ശരി, അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ഈ പുതുയുഗ യാത്രയുടെ അവസാനം വന്നിരിക്കുന്ന ഈ പ്രഖ്യാപനങ്ങൾ നിങ്ങളെ ആ, ആ, ഈ തിരഞ്ഞെടുപ്പിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? പറഞ്ഞല്ലോ ഇപ്പോൾ വി ആർ അനൂപ് പറഞ്ഞതുപോലെ ഇത് ജനങ്ങളുടെ അവകാശം എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്, അല്ലാതെ ഒരു ഔദാര്യമായിട്ടല്ല എന്ന്. CPM ആകെ തന്നെ അങ്ങനെ പറയുന്നു എന്ന് പറയാനാകില്ല എങ്കിലും ചില നേതാക്കളെങ്കിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തിയ പ്രതികരണങ്ങൾ, കിറ്റുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണം, അതിലാണ് വി ആർ അനൂപ് ഊന്നിയതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് അങ്ങനെയല്ല, ഇത് ഓരോ പൗരന്റെയും അവകാശം എന്ന രീതിയിലാണ് ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ വരിക എന്ന് വരുമ്പോൾ അത് നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ, അഡ്വക്കേറ്റ് അരുൺകുമാർ? ഒരു തരത്തിലും ആശങ്കപ്പെടുത്തുന്നില്ല. ഇപ്പൊ 30 ദിവസത്തിലധികം ജാഥ നടത്തി തിരുവനന്തപുരത്ത് വന്ന് വലിയ പ്രഖ്യാപനങ്ങൾ വരുമെന്നാ പ്രഖ്യാപിച്ച്. ഇപ്പൊ BJP തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിച്ചപ്പോൾ പ്രധാനമന്ത്രി വന്നിട്ട് പ്രഖ്യാപനങ്ങൾ അതിന്റെ മാലപ്പടക്കം വരാൻ പോവുകയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു, വന്നു, പ്രസംഗിച്ചു, പോയി എന്നല്ലാതെ ഒന്നും വന്നില്ല. ഇപ്പോ 5 പ്രഖ്യാപനങ്ങൾ വന്നു. അതെന്താണ്ട് കേരളത്തിന്റെ ഭരണത്തെ വലിയ തരത്തിൽ മാറ്റം വരുത്താൻ ഉതകുന്ന തരത്തിലാണ് എന്നതാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഏതെങ്കിലും ഈ കേരളത്തിന്റെ പശ്ചാത്തല വികസന രംഗത്ത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കഴിഞ്ഞ 10 വർഷം ഉണ്ടായതല്ലാത്ത മാറ്റം വരും എന്ന് സൂചിപ്പിക്കാൻ ഇവർക്ക് ഒരെണ്ണമെങ്കിലും കഴിഞ്ഞോ? വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നന്ന വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരും. അത് റോഡായിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, ഊർജ്ജ പദ്ധതി ആയിക്കോട്ടെ, മറ്റ് ഡിജിറ്റൽ മേഖലയിലെ വികസന പ്രവർത്തനങ്ങളാകട്ടെ, ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് കഴിഞ്ഞോ? പിന്നെ ക്ഷേമരംഗത്ത് ഇവിടെ നിരവധി പദ്ധതികൾ നടപ്പാക്കിയിരിക്കുന്നു, രാജ്യത്തിന് മാതൃകയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ആ ക്ഷേമ പദ്ധതികൾ അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് കൂടുതൽ ആളുകൾക്ക് കിട്ടുന്ന തരത്തിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനം മാറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഈ കേരളത്തിലെ ജനസംഖ്യ 3.5 കോടിയാണ്. അതിൽ 18 വയസ്സിന് മുകളിലുള്ള ജനസംഖ്യ 2,60,00,000 അതിൽ 1,05,00,000 പേർ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഭാഗമാണ്. 64 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, 33.5 ലക്ഷം പേർക്ക് വീട്ടമ്മമാർക്കുള്ള പെൻഷൻ, 5 ലക്ഷം യുവജനങ്ങൾക്ക് കണക്ട് വർക്ക് പെൻഷന്റെ ഭാഗമായി വരുമ്പോൾ ഏകദേശം 1,05,00,000 പേർ ഇതിന്റെ ഭാഗമായി തന്നെ വരും. മറ്റ് പെൻഷനുകൾ വേറെയാണ്. അപ്പോൾ ഒരു ബദലും മുന്നോട്ട് വയ്ക്കാൻ UDF കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം നിരവധി ജാഥാ സ്വീകരണങ്ങൾ, നിരവധി ദിവസം, നിരവധി വ്യക്തികളെ കണ്ടു. ഞങ്ങൾ എന്താ വലിയ പ്രഖ്യാപനം, ബദലുകൾ വരാൻ പോകുന്നു. ജാഥയുടെ പേര് തന്നെ അത്തരത്തിലായിരുന്നല്ലോ. ഒരു ബദലും ഇവർക്ക് നിർദ്ദേശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവരാകെ 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് UDF കൺവീനർ പറഞ്ഞത്, ഞങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, UDF അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കും, UDF അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആദരം പദ്ധതിക്കെതിരെ പറഞ്ഞു. അങ്ങനെ നെഗറ്റീവ് എനർജി മാത്രമാണ് പറഞ്ഞത്. ഇത്തവണയും LDF നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, അതുപോലെ പശ്ചാത്തല വികസന രംഗത്തെ ഇടപെടലുകൾ, അതിനൊരു ബദൽ സൃഷ്ടിക്കാൻ, ഇതാണ് ഞങ്ങളുടെ ബദൽ എന്ന് പറയാൻ UDF കഴിഞ്ഞിട്ടില്ല. ഇവർക്ക് പ്രഖ്യാപിക്കാനേ അറിയൂ. അല്ല, അരുൺകുമാർ, ഈ പുതുയ യാത്രയുടെ സമാപനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഈ പ്രഖ്യാപനങ്ങൾ മുഴുവൻ വരുമെന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് അതിന്റെ സൂചനകൾ നൽകി കഴിഞ്ഞു. ഓരോ സ്ഥലത്തും യാത്ര എത്തുമ്പോൾ അവിടുത്തെ ജനങ്ങളുമായി സംവദിച്ച്, പ്രശ്നങ്ങളുള്ളവരുമായി സംസാരിച്ച്, ചില കാര്യങ്ങൾ എഴുതിയെടുത്ത് വിദഗ്ധരുമായി ചർച്ച നടത്തി ഒക്കെ തന്നെ ഉണ്ടാക്കിയ ചില കാര്യങ്ങളുണ്ട്. അത് ഓരോ വകുപ്പിലും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായ പഠനം നടത്തിയിട്ടുണ്ട്. ഒരു ബദൽ തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് പറയുന്നത്. ആരോഗ്യരംഗത്തെ മാറ്റത്തെക്കുറിച്ചും സമഗ്രമായ ഒരു കോൺക്ലേവ് തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് അവർ ബദലായി ആലോചിക്കുന്നത്. അതിനെ അങ്ങനെ ചുരുക്കി കാണാമോ, അഡ്വക്കേറ്റ് കെ സരൺകുമാർ? ആ പുതുയുഗ യാത്രയിൽ ഒരു പാവം വീട്ടമ്മ, ഒരു സാധാരണ വീട്ടമ്മ സ്റ്റേജിൽ കടന്നു വന്ന് പ്രതിപക്ഷ നേതാവിന്റെ അടുത്തു ചെന്ന് കൈ പിടിച്ച് ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് കൊടുത്ത പരാതി എങ്ങനെയാണ് ആ പ്രതിപക്ഷ നേതാവ് സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് കൈകാര്യം ചെയ്തതെന്ന് താങ്കൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ ചർച്ച കേൾക്കുന്ന പ്രേക്ഷകരിൽ ഭൂരിഭാഗം ആളുകളും കണ്ടിട്ടുണ്ട്. ഇവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, എന്ത് ഇവർക്ക് പ്രഖ്യാപിക്കാനേ അറിയൂ. നേരോ നേതാവേ അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുണ്ട്. വീണ്ടും അത് പറയേണ്ടതുണ്ടോ? അത് പ്രതിപക്ഷ നേതാവിനോട് മാത്രം പറയാനുള്ള, അല്ല ഞാൻ പറയട്ടെ, പ്രതിപക്ഷ നേതാവിനോട് മാത്രം പറയാനുള്ള ഒരു തുണ്ട് കടലാസിലെ ഒരു വിവരമായിരുന്നു അത്. അദ്ദേഹം മനസ്സിലാക്കിയതിനു ശേഷം അത് കീറിക്കളഞ്ഞു എന്ന് പറയുന്നത് അത് വേറെ ആരും കാണാതിരിക്കാനുള്ള കടലാസായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണോ ഇപ്പോൾ ഈ യാത്രയിൽ അങ്ങ് കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം? എന്നല്ല, ഇന്നലെ ദേശാഭിമാനി ദിനപത്രം അടക്കം മറ്റു പത്രങ്ങളിലും 2 ദിവസമായിട്ട് വന്ന പരസ്യത്തിന്റെ ഉള്ളടക്കമടക്കം പരിശോധിച്ചാല് ഓരോ ദിവസവും അദ്ദേഹം പറയുന്ന നുണ പൊതുസമൂഹത്തിലുണ്ട്. അങ്ങ് ബർഗിംഗ്ഹാമിൽ പോയി പണപ്പിരിവ് നടത്തിയത് മുതൽ അദ്ദേഹം പറഞ്ഞ 100 കണക്കിന് നുണ
പിറ്റേ ദിവസം സത്യം പൊതുസമൂഹത്തിൽ പുറത്തു വന്ന നിരവധി വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ ഒരു ഇന്റർവ്യൂവിൽ വന്ന് അങ്ങനെ പറഞ്ഞു അതെല്ലാവരും വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പാകത്തിന് തയ്യാറല്ല കേരളത്തിലെ ജനങ്ങളെന്ന് ജനങ്ങൾ പ്രതികരിച്ചോളൂ. നമ്മൾ കണ്ട ഒരു ദൃശ്യം മുഖ്യമന്ത്രി ഒരു പെൺകുട്ടിയിൽ നിന്നും പരാതി കേൾക്കാതെ മാറി നിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അതേക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ എത്ര ദൃശ്യങ്ങൾ അതിലാണെങ്കിൽ കേൾക്കാതെയും ഒരു മാറി നിന്നിട്ടില്ല. അതിന്റെ ഒക്കെ അല്ല അത് താങ്കൾ പോയി ചോദിച്ചാൽ ഇന്റർവ്യൂ നടത്തിയില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ താങ്കൾ എടുത്താൽ അതിലൊക്കെ വിശദീകരണം. അതിലൊക്കെ ജനങ്ങൾക്കറിയാം. പരാതിയും കേട്ടു, മൊബൈൽ ഫോണിൽ അത് കാണിച്ചു കൊടുത്തു, അത് കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി പോയി. ഇതൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പ്രതിപക്ഷത്തിന്റെ കടമ ഇത്തരത്തിൽ ഒരു ജാഥ നടത്തുക, പ്രഖ്യാപിക്കുക. 10 വർഷം പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതും 10 വർഷം തുടർച്ചയായി അധികാരമില്ലാത്ത ഖദർ എന്ന് പറഞ്ഞാൽ പഴയ ചാക്കിന് തുല്യമാണെന്ന് പല നേതാക്കന്മാരും പൊതുസമൂഹത്തിൽ പറഞ്ഞ വാർത്തയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഞങ്ങൾ അതിലേക്ക് ഒന്നും പോകുന്നില്ല. അവരെന്തു പ്രഖ്യാപനവും നടത്തിക്കോട്ടെ, എന്തു വാഗ്ദാനവും കൊടുത്തോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രകടന പത്രിക രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2016 ഞങ്ങൾ 600 കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. 590 പൂർത്തീകരിച്ചിട്ടാണ് 2021 പ്രകടന പത്രികയുടെ ആദ്യ പാരഗ്രാഫിൽ തന്നെ അത് സൂചിപ്പിച്ചു. 900 കാര്യങ്ങളായിരുന്നു 2021 ഉൾപ്പെട്ടത്. അതിൽ 900 ഞങ്ങൾ പൂർത്തീകരിക്കാൻ അവസാന ഘട്ടത്തിൽ ഇന്ന് തന്നെ മഹാ ഉദ്ഘാടന സംഗമങ്ങൾ നമ്മൾ കണ്ടു. ഏത് ഒരു ദ്വീപ് കണക്ട് ചെയ്തുകൊണ്ടുള്ള 1 കിലോമീറ്ററിലധികം നീളമുള്ള കായലിന് മുകളിലുള്ള ഏറ്റവും വലിയ പാലം, അതുപോലെ ചെല്ലാനത്ത് ടെട്രോപാഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ എത്രയോ ഉദ്ഘാടനങ്ങൾ നമ്മൾ കണ്ടു. ഇതൊക്കെ സമർപ്പിച്ച് പൂർണ്ണമായി പൂർത്തീകരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു കൺസേൺ അല്ല. പ്രതിപക്ഷം വേണം, ശക്തമായ പ്രതിപക്ഷം തന്നെ വേണം. അവര് വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തോട്ടെ, വലിയ സ്വപ്നങ്ങൾ കണ്ടോട്ടെ. എന്തു പ്രഖ്യാപിച്ചാലും അതൊക്കെ പ്രഖ്യാപനത്തിൽ മാത്രമേ ഒതുങ്ങൂ. നടപ്പാക്കണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വേണമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.